നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന വാർത്തയിലേക്കാണ്. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ആവേശത്തിലാണ് ധർമ്മജൻ ബോൾഗാട്ടി. ആദ്യമായിട്ടാണ് IFFKയിൽ പങ്കെടുക്കാൻ ധർമ്മജൻ തിരുവനന്തപുരത്തെത്തിയത്. ഫെസ്റ്റിവലിലെ ചില അതിഥിതാരങ്ങളെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു കേരള വിഷൻ ന്യൂസ്. ഇത്തവണ നമ്മുടെ ഒപ്പം ചേർന്നിരിക്കുന്നത് ശ്രീ ധർമ്മജൻ. അപ്പോൾ എങ്ങനെ കാണുന്നു ഈ ഫെസ്റ്റിവലിൽ ഇതുവരെയുള്ള? ഞാൻ ആദ്യമായിട്ടാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. വളരെ അതിശയത്തോടുകൂടിയാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരണം, ഇത് കാണണം, ഇവിടെ വന്നാലേ ഇതിൻ്റെ ഒരു ആംബിയൻസ് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് 2 ദിവസം മുമ്പ് വരേണ്ടതായിരുന്നു. എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം ഇന്ന് രാവിലെ കൂടി തീർക്കാനുണ്ടായിരുന്നു. എന്നിട്ടൊരു കണക്കിന് കണ്ടുപിടിച്ചിട്ടാണ്. എനിക്ക് റോഡ് മാറുമ്പോൾ വരാനായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കണക്കിന് കൂടെ എത്തിപ്പെട്ടതാണ്. ഇപ്പോൾ സിനിമകൾ വല്ലതും കണ്ടോ? ഒന്നും കണ്ടിട്ടില്ല, വന്നേ ഉള്ളൂ. സിനിമകളെല്ലാം കണ്ടിട്ടേ പോവുള്ളൂ? ഇനിയെല്ലാം കണ്ടിട്ടേ പോവുള്ളൂ. കാണാൻ പറ്റാവുന്ന സിനിമകൾ കണ്ടിട്ടേ പോവുള്ളൂ. ഇപ്പോൾ കണ്ടിട്ടൊരു ആംബിയൻസ് എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. ഇത്രയും ചെറുപ്പക്കാർ ഇത്രയും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സിനിമയെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നൊരു തോന്നൽ ഭയങ്കരമാണ്. നമ്മളെക്കാട്ടിയും ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് പേര് സിനിമയിൽ പുറത്തുണ്ട് എന്നുള്ളതാണ്. ശ്രീ ധർമ്മജൻ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു. മറ്റേ തമാശയായിരുന്നല്ലോ. ഇപ്പോൾ തമാശയ്ക്ക് കുറവില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് തമാശ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് തമാശ കിട്ടുമ്പോൾ തമാശ പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നൊരു സംഭവത്തിലേക്കാണ് ഞാൻ വന്നേക്കണത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കണതാണ്. അല്ലാണ്ട് ഇവിടെ തമാശ പറയാനുള്ളൊരു രീതിയിലല്ല എൻ്റെ ഉദ്ദേശം. അതല്ല, സാധാരണഗതിയിൽ ഒരു സീരിയസ് ക്യാരക്ടറായി ഇവിടെ എത്തിയപ്പോൾ ധർമ്മജൻ മാറിയിരിക്കും എന്നുള്ളതല്ലേ? എൻ്റെ ഈ സിനിമ, ഞാൻ അഭിനയിച്ച സിനിമ ഈ ഫെസ്റ്റിവലിലുണ്ട്. അതിൽ ഞാൻ വളരെ സീരിയസ് കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു വ്യത്യസ്ത കഥാപാത്രമാണ് VC അഭിലാഷ് എന്ന് പറയുന്ന നാഷണൽ അവാർഡ് വിന്നറും കൂടിയായിട്ടുള്ളൊരു ഡയറക്ടർ തന്നേക്കുന്നത്. എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണനും ജോണി ആൻ്റണിയും പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പയ്യനൊക്കെയാണ്. അപ്പോൾ എന്താ സിനിമയുടെ പേര്? എ പാൻ ഇന്ത്യൻ സ്റ്റോറി. അപ്പോൾ അത് കാണും? അതെന്തായാലും കാണും. അത് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല. വളരെ വേണ്ടപ്പെട്ടൊരു കാര്യം ഉണ്ടായതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ 2 ദിവസം മുമ്പേ ഇവിടെ എത്തിയാനെ. അതാണ് ഇടിച്ച് പൊളിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വണ്ടി ഒപ്പിച്ച് ടിക്കറ്റൊക്കെ ഒപ്പിച്ച് വന്നത്. ഇതുപോലൊരു ഫെസ്റ്റിവൽ കൊച്ചിയിലേക്ക് സംഘടിപ്പിച്ചാലോ? കൊച്ചിയിൽ സംഘടിപ്പിച്ചാൽ ഇത്ര ആൾ കൂടുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കൊച്ചിയിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ AC-യും പന്തലും ഇത്രയും സൗകര്യവും ഒക്കെ ഇട്ട് കൊടുത്താലും ആളുണ്ടാവില്ല. അല്ല ചുംബന സമരമൊക്കെ സംഘടിപ്പിച്ചാൽ ആൾ കൂടിയാനെ. പക്ഷേ തിരുവനന്തപുരത്ത് കൂടുന്നത്ര എത്ര ആൾ കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു കൾച്ചറൽ ഇതായിരുന്നു അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇത് ഗോവയിൽ നടക്കണതിൻ്റെ തുല്യമായിട്ടാണോ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഗോവയിലെ ഫിലിം ഫെസ്റ്റിവലും കണ്ടിട്ടില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ഇതിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. കുറേ പാസ് കിട്ടാത്ത ആളുകളുണ്ട്. പക്ഷെ ഇവിടെ വെറുതെ വന്ന് പോകുന്ന ആളുകളുണ്ട്. ഈ ആംബിയൻസ് കാണാൻ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനെക്കാട്ടി നമ്മളൊരു ഗസ്റ്റായിട്ട് ഒരു സിനിമയുടെ പ്രതിനിധിയായിട്ട് വരാൻ പറ്റിയതിലുള്ളൊരു സന്തോഷം ഭയങ്കരമാണ്. ഇനി വരും ഫെസ്റ്റിവലുകളിൽ ഇനി വരാതിരിക്കുക, അതല്ല ഞാൻ പറയണത്. ഇതാദ്യം ഒന്ന് വല്ലാത്ത അനുഭവം. ഇത് വല്ലാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങണേ ഉള്ളൂ. ഞാൻ വന്നിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങട്ടെ എന്നിട്ട് ഞാൻ പറയാം. സന്തോഷം. കേരള വിഷൻ്റെ എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു.